നമുക്കൊപ്പം ഖത്തർ KMCCയുടെ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസ്സമദ് കൂടിയുണ്ട്. ഡോക്ടർ, ഖത്തർ KMCC ഇതിനോടകം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാം യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലാണ് പ്രവാസികളെ, ഈ വയനാട് നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമുഖത്താണ് നമ്മളുള്ളത്. അതിൽ ഷൗക്കത്തിനെ പോലുള്ള പ്രവാസികൾ, അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം അവരെ, ഇവിടെയുള്ള എത്ര പ്രവാസികൾ, ആരൊക്കെ പ്രവാസികളാണ് ഇത് ബാധിച്ചത്, അവരുടെ കുടുംബങ്ങൾക്കാണ് ബാധിച്ചത്, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം. അതിനാണ് ഞങ്ങൾ ഖത്തറിലേക്ക് മാത്രമായി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന രീതിയിൽ 2-3 നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കൊടുത്ത് കുറച്ച് പേര്, 3-4 പേര് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഷൗക്കത്തിനെ കാണാൻ വന്നത് അങ്ങനെ തന്നെ അറിഞ്ഞിട്ടാണ് വന്നത്. ഇങ്ങനെ ഈ കുടുംബം നഷ്ടപ്പെട്ടിട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട്, കുടുംബം എന്നല്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഷൗക്കത്തിനെ പോലുള്ളവരുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ പോകുന്നതിന് വേണ്ട സഹായങ്ങൾ, ഇപ്പം അതിന് വേണ്ട ടിക്കറ്റുകളും അവർക്ക് വേണ്ട പ്രാഥമിക ചെലവുകളൊക്കെ KMCC വഹിക്കാനാണ് തീരുമാനിച്ചത്. അതിൽ കവിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസത്തിനുള്ള പദ്ധതികളും തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് മുസ്ലിം ലീഗ് കമ്മിറ്റി മൊത്തമായിട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തായിരുന്നാലും അതിനോട് യോജിച്ചുകൊണ്ട്, അത് അവരെ സഹായിച്ചുകൊണ്ട്, അവരുടെ കൂടെ നിന്നുകൊണ്ട് KMCCയും അതിന് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ട, ഇപ്പം ഈ ദുരിതബാധിതർക്ക് വേണ്ട വസ്ത്രങ്ങളായിരുന്നാലും ശരി, അവർക്ക് വേണ്ട മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുള്ളതിന് ഒരു തയ്യാറെടുപ്പിലാണ് ഖത്തർ KMCC ഉള്ളത്. നമ്മൾ ആകെ വെയിറ്റ് ചെയ്യുന്നതാണ് മുസ്ലിം ലീഗ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഘടനാ തലത്തിൽ വരുന്ന തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് പ്രവാസ ലോകം നൽകുന്നത്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.